താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മള് ഇന്ന് കഴിഞ്ഞ ആഴ്ച സംസാരിച്ച് നിർത്തിയ ഒരു സബ്ജക്റ്റാണ് ദി ലോ ഓഫ് കോമ്പൻസേഷൻ എന്നുള്ളത്. ദി ലോ ഓഫ് കോമ്പൻസേഷൻ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ സത്യത്തിൽ അത് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയെന്ന് പറഞ്ഞെങ്കിലും കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി ഒരു സംതൃപ്തി വന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ കുറച്ച് ആഴത്തിൽ നിന്നാണ് സംസാരിച്ചത്, കുറച്ച് ഡീപ്പർ ലെവലിൽ പോയി അത്. കാരണം നമ്മൾ യൂണിവേഴ്സിന്റെ ആ ഒരു പർപ്പസ് ഒക്കെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുവിധം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെങ്കിലും അത് നമ്മളൊന്നുകൂടി മനസ്സിലാക്കുന്ന വളരെ പ്രധാനമാണ്. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് തന്നെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള ടിപ്പുകൾ എന്നാണ്. അപ്പൊ ഈ ജീവിതത്തിന്റെ ഉയർച്ച എന്ന് നമ്മൾ എപ്പോൾ ചിന്തിക്കുമ്പോഴും എപ്പോൾ കേൾക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുവാനുള്ളത്, അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുവാനുള്ളത്, അത് എപ്പോഴും ആ ഉയർച്ച ഉണ്ടാകേണ്ടത് യൂണിവേഴ്സ് നൽകുന്ന കോമ്പൻസേഷനിലൂടെ ആകണം എന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും ജീവിതത്തിന്റെ ഒരു ഉയർച്ച നമ്മൾ കണക്കാക്കുമ്പോൾ അത് യൂണിവേഴ്സിന്റെ കോമ്പൻസേഷനിലൂടെ ലഭിക്കുന്ന ഉയർച്ചയ്ക്കാണ് സ്ഥായിയായ ഉയർച്ച എന്ന് പറയുന്നത്. നമ്മൾ ലൈഫിൽ ഗ്രോ ചെയ്യാനും വളരാനും നെക്സ്റ്റ് ലെവലിലേക്ക് പോകുവാനും എല്ലാം ആഗ്രഹിക്കും. അത് ബിസിനസ്സിൽ നമ്മുടെ സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള ഉയർച്ച, മാനസികമായ വളർച്ച, ചിന്താശേഷി, ആരോഗ്യം കൊണ്ടുള്ള വളർച്ച, ബന്ധങ്ങളുടെ കൂടുതൽ ശക്തിപ്പെടൽ, കൂടുതൽ വിപുലമാക്കൽ, എല്ലാ രീതിയിലുമുള്ള ഗ്രോത്ത്, അതാണ് ജീവിതത്തിന്റെ ഉയർച്ച എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഉയർച്ച എന്ന് പറയുമ്പോൾ വെറും സമ്പത്ത് മാത്രമല്ല. എത്ര സമ്പന്നമായാലും, മെറ്റീരിയലായിട്ട് എത്ര ഭൗതികമായ എത്ര സമ്പന്നമായാലും ശരി തന്നെ, ഒരു മറ്റ് രീതിയിലുള്ള വളർച്ചയും കൂടി നമുക്കില്ലെന്നുണ്ടെങ്കിൽ അതൊരു പൂർണ്ണമായ ഒരു വളർച്ചയെന്ന് പറയാൻ കഴിയില്ല, ഉയർച്ചയെന്ന് പറയാൻ കഴിയും. ഇപ്പൊ ഉയർച്ചയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ദി ലോ ഓഫ് കോമ്പൻസേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം, അതിനെ കൂടി കണക്കിലെടുക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അപ്പം ദി ലോ ഓഫ് കോമ്പൻസേഷനെ കുറിച്ച് പറയുമ്പോൾ അത് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് പറയുക എന്നുള്ളതാണ് ഈ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം അത് നമുക്ക് യൂണിവേഴ്സൽ ലോസ് നമ്മളിങ്ങനെ അറിഞ്ഞിരുന്നാൽ മാത്രം പോരാ, അത് നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിനെ ഉയർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിനു വേണ്ടിയാണ് നമ്മൾ സത്യത്തിൽ ശ്രമിക്കാനുള്ളത്. അല്ലാതെ എനിക്ക് ഈ പ്രപഞ്ച നിയമങ്ങളെല്ലാം അറിയാം എന്നുള്ള ഒരു അതല്ല, അങ്ങനെ അറിഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, നമ്മളത് നടപ്പിലാക്കുകയും നമ്മൾ സൂക്ഷ്മം നിരീക്ഷിക്കുകയും വേണം. നമ്മൾ ഈ നിയമങ്ങൾക്കനുസരിച്ചാണോ ജീവിക്കുന്നത്, അതോ നിയമലംഘനങ്ങൾ നമ്മൾ അറിയാതെയെങ്കിലും നടത്തുന്നുണ്ടോ എന്നൊക്കെയുള്ള സസൂക്ഷ്മമായ നിരീക്ഷണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. കാരണം നമ്മളിൽ പലർക്കും ഈ ഒരു നിയമങ്ങളുടെ അറിവില്ലാത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും ആണ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ബുദ്ധിമുട്ടുകൾ വരുന്നത്. നമ്മൾ ആദ്യ ക്ലാസ്സുകളിൽ തന്നെ പറഞ്ഞിട്ടുള്ള പോയിന്റാണ് അത്. നമ്മൾ വലിയ നല്ല മനുഷ്യരാകാൻ ശ്രമിക്കും, പക്ഷെ നമ്മൾ നിയമലംഘനങ്ങൾ അറിയാതെ നടത്തുമ്പോൾ നമുക്ക് പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിന് അറിയാതെ ബ്ലോക്കുകൾ ഉണ്ടാക്കുകയും തടസ്സങ്ങൾ ഉണ്ടാക്കുകയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ദുസ്സഹമാക്കുകയും ചെയ്യും. നമ്മളത് അറിയുന്നില്ല. അപ്പൊ ഈ ഒരു പോയിന്റ് നമ്മൾ എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കണം. നിയമങ്ങൾ പഠിക്കുന്നത് മാത്രമല്ല, അതെന്റെ ജീവിതത്തിൽ ഞാൻ നടപ്പിലാക്കുന്നുണ്ടോ, അത് കരുതിക്കൂട്ടി ഇന്റൻഷണൽ ആയിട്ട് നടപ്പിലാക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഉറപ്പുവരുത്തണം. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഒന്ന്, അതിന് നമ്മൾ സാധാരണ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു പോയിന്റാണ് അത്. ഞാൻ ആ ഡീപ്പ് ലെവലിൽ സംസാരിക്കാനുള്ള പ്രധാന കാരണം, നമ്മൾ നിയമങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ പിന്നെ നിങ്ങളുടെ മനസ്സിനകത്ത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ എന്നുള്ള സംശയമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നിയമങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു ലെവലിൽ തന്നെ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ കുറച്ചുകൂടെ ക്ലാരിറ്റി വേണം. അത് യൂട്യൂബിൽ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും കണ്ടുകൊണ്ട് തന്നെ ആ ഒരു സബ്ജക്റ്റിൽ കുറച്ചുകൂടി ക്ലാരിറ്റി ലഭിക്കുകയും അത് നമ്മുടെ വ്യക്തി എന്നുള്ള രീതിയിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഒരു സമൂഹം എന്നുള്ള രീതിയിൽ നമുക്ക് ഉയർച്ച ഉണ്ടാക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് വരും തലമുറകളിൽ കൂടി ഈ ഒരു അറിവുകൾ പകർന്നു നൽകിക്കൊണ്ട് നമ്മൾ നമുക്ക് ഈ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ ഈ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്കെല്ലാം നമ്മൾ സത്യത്തിൽ പലരും ഈ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ദുസ്സഹമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നതിന് പ്രധാന കാരണം ഒന്നുമല്ല, നിയമലംഘനങ്ങൾ തന്നെയാണ്. ഒരു സംശയം വേണ്ട.
അറിവില്ലായ്മ കൊണ്ട് നടത്തിയ നിയമലംഘനങ്ങളായി കൊണ്ട് തന്നെയാണ്. നിയമങ്ങൾ, പ്രപഞ്ച നിയമങ്ങൾ വളരെ കർക്കശമാണ്. നമുക്കത് അത് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുന്ന നിയമങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുകയും അത് ജീവിതത്തിൽ കൃത്യമായി നടപ്പിലാക്കുകയും വേണം. ദി ലോ ഓഫ് കോമ്പൻസേഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും സംസാരിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചില ടെക്നിക്കുകൾ അല്ലെങ്കിൽ കഠിനാധ്വാനം ഒക്കെ ചെയ്താൽ മതി. ജീവിതത്തിൽ നന്നായിട്ട് കഠിനാധ്വാനം ഒക്കെ ചെയ്താൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാകും. അല്ലെങ്കിൽ ചില ലോ ഓഫ് അട്രാക്ഷനിൽ മാത്രം ഫോക്കസ് ചെയ്യുകയും ലോ ഓഫ് അട്രാക്ഷൻ്റെ ചില ടെക്നിക്കുകൾ, വിഷ്വലൈസേഷൻ, അഫർമേഷൻ പോലുള്ള ടെക്നിക്കുകൾ മാത്രം ചെയ്താൽ മതി നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണയാണുള്ളത്. അല്ല, ഈ ലോ ഓഫ് കോമ്പൻസേഷൻ ഉൾപ്പെടെയുള്ള മറ്റ് നിയമങ്ങളും എല്ലാം തന്നെ ഒരുതരം എന്താ പറയുക, ടാൻഡം എന്ന് പറയും, ഒരുമിച്ച് ഒരു എട്ട് പിണഞ്ഞിരിക്കുകയാണ്. അത് ഒരുമിച്ചാണ്. ഒന്നില് ലംഘനം വന്നാൽ ബാക്കി അത് മുഴുവനായിട്ടും ബാധിക്കും. എസ്പെഷ്യലി നമ്മുടെ ജീവിതത്തിനകത്ത് ഈ കോമ്പൻസേഷന്റെ ലംഘനം മൂലം ഒരുപാട് വാല്യൂ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ലൈഫിനകത്ത് വാല്യൂകൾ നഷ്ടപ്പെടുന്നുണ്ട്. അതിനനുസരിച്ചാണ് ജീവിതത്തിനകത്ത് ഒരുപാട് സാമ്പത്തിക നഷ്ടം, രോഗങ്ങൾ, ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഇടർച്ചകൾ, മറ്റ് സമൂഹത്തിലുണ്ടാകുന്ന ഇകഴ്ത്തപ്പെടലുകൾ എല്ലാം സത്യത്തിൽ കോമ്പൻസേഷൻ എന്ന് പറയുന്ന ആ ഒരു നിയമത്തിന്റെ ലംഘനം അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്നത് കൊണ്ടാണ്. അതിനെക്കുറിച്ച് മനസ്സിലാകുന്ന നമ്മൾ ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പ്രധാനമായിട്ടുള്ളത്, നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ദി യൂണിവേഴ്സിന്റെ ഡെവലപ്മെന്റിന്റെ ഭാഗമായാണ് നമ്മൾ ഈ ഭൂമിയിലുള്ളത് എന്നുള്ളത്. നമ്മൾ ഓരോ മനുഷ്യരുടെയും പ്രവൃത്തിയിൽ നമുക്ക് യൂണിവേഴ്സിന്റെ ഡെവലപ്മെന്റ് ലക്ഷ്യമാക്കി വേണം. അപ്പം നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വയം മെച്ചപ്പെടുവാൻ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സിന്റെ മനസ്സിനോട് ചേർന്ന് നിന്നുകൊണ്ട് യൂണിവേഴ്സ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്വയം, അത് നമ്മളിലൂടെയാണ് അത് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ സ്വയം ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തെ ഉയർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ, മെച്ചപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിലൂടെയാണ് യൂണിവേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതൊരു ഉദാഹരണം പറയുന്നത് കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് കരുതുന്നു. അതായത് ഒരു ക്രിക്കറ്റ് ടീമോ അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ടീമിനോ എടുക്കുക. ആ ഒരു ടീമിന്റെ ഒരു ഓണർ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ ഉണ്ടാവും, ഒരു മാനേജർ അല്ലെങ്കിൽ കോച്ച് ഉണ്ടാകും. ഈ കോച്ചിന്റെ ഉദ്ദേശം എന്താണ്? ആ ടീം അംഗങ്ങൾ ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് കളിക്കുമ്പോഴാണ് ആ ടീമിന് വിജയമുണ്ടാകുന്നത്, ആ ടീം വിജയിക്കുന്നത്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് സത്യത്തിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ കോച്ച് എന്നൊരു പൊസിഷനിലാണുള്ളത്. നമ്മളെന്ന് പറയുന്ന ഈ ലോകത്തുള്ള 800 കോടിയിലധികം ആളുകളെ ഈ ടീം മെമ്പേഴ്സ് ആയിട്ട് കാണാം. ടീം മെമ്പേഴ്സ്, ജസ്റ്റ് ഒരു മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാൻ ശ്രമിക്കുകയാണ്. ഈ ടീം മെമ്പേഴ്സ് ആയിട്ട് നമുക്ക് കാണാം. ഈ ടീം മെമ്പേഴ്സിന്റെ എല്ലാവരുടെയും ലക്ഷ്യം എന്താണ്? ഒരു ഫുട്ബോൾ ടീമോ അല്ലെങ്കിൽ ക്രിക്കറ്റ് ടീമോ അല്ലെങ്കിൽ വേണ്ട ഒരു നമ്മുടെ കോളേജിലോ സ്കൂളിലോ പഠിച്ച ഒരു കലാരൂപമോ ഏതെങ്കിലും തിരുവാതിരയോ അല്ലെങ്കിൽ നമുക്ക് നാടകമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ എല്ലാവർക്കും അതൊക്കെ ഉണ്ടല്ലോ. ഒരു സംഘം ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതെന്താണ് അതിന്റെ ആ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ അതിന്റെ വിജയം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നല്ല രീതിയിലുള്ള വിജയം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതിന്റെ നേതൃത്വം നൽകുന്ന ആൾക്ക് എപ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്? ആ ഒരു ടീം അംഗങ്ങൾ എല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ആ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു കളി അല്ലെങ്കിൽ ആ ഒരു കളി കൃത്യമായി അവരുടെ ഭാഗം ഭംഗിയായിട്ട് ചെയ്യുകയും മറ്റുള്ളവരോട് ചേർന്ന് നിന്ന് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അതിന് വിജയമുണ്ടാകുന്നത്. ഇതാണ് ഇതിന്റെ പിന്നിലെത്തിയത്. എന്ന് പറഞ്ഞതുപോലെയാണ് സത്യത്തില്, എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓരോ മനുഷ്യനും ഈ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ കോച്ചിന്റെ അണ്ടറിലുള്ള ടീം അംഗങ്ങളാണ് ഓരോ മനുഷ്യനും. യൂണിവേഴ്സ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു ടീം സ്പിരിറ്റോട് കൂടി ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്ത് അവരവരുടെ ഭാഗം നന്നായി ചെയ്തുകൊണ്ട് മൊത്തത്തിലുള്ള ഈ ഒരു മാനവരാശി എന്ന് പറയുന്ന അതിന്റെ ഒരു ഡെവലപ്മെന്റിലൂടെ അതിന്റെ ഒരു അഭിമാനത്തിന്റെ ഒരു അവസ്ഥയിലേക്ക് ഒരു ഡെവലപ്മെന്റിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതാണ് അടിസ്ഥാനപരമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇത് ഈ ഒരു രീതിയിൽ ചിന്തിച്ചാൽ നമുക്ക് കുറച്ചുകൂടെ ഈ സബ്ജക്റ്റ് മനസ്സിലാകും. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും
സത്യത്തില് ഒരു ടീം, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഒരു ടീം സ്പിരിറ്റോട് കൂടി നമ്മൾ എടുക്കണം. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും ഇവിടെ ഈ ഈ ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിന്, അതായത് മൊത്തത്തിലുള്ള ഡെവലപ്മെന്റിന്റെ ഭാഗമായാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള സത്യം. അതായത് നമ്മൾ ഓരോ മനുഷ്യരും ഈ ടീം അംഗങ്ങളാണ് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഞാനും നിങ്ങളും ഉൾപ്പെടെ ഈ ലോകത്തുള്ള, അവിടെ ഒരു തരത്തിലുള്ള വരമ്പുകളുമില്ല. നിങ്ങൾ ആലോചിച്ചോളാം, മനുഷ്യരെന്ന് പറഞ്ഞ് മനുഷ്യരുണ്ടാക്കി വെച്ചിരിക്കുന്ന പല വിധത്തിലുള്ള വരമ്പുകളുണ്ടല്ലോ, അതൊന്നും ഇവിടെ ഇല്ല. മൊത്തത്തിലുള്ളതാണ് പറഞ്ഞിട്ട് മാനവരാശി എന്ന് പറയുന്ന ഒരു മാൻകൈൻഡ് എന്ന് പറയുന്ന ഒരൊറ്റ ടീം മാത്രമേ ഇവിടെ ഉള്ളൂ. ആ മാൻകൈൻഡിന്റെ ഡെവലപ്മെന്റിലൂടെ അവരുടെ ജോലികൾ കൃത്യമായി കണ്ടെത്തി സ്വയം ചെയ്യുമ്പോൾ, ഓരോ മനുഷ്യരും മുന്നേറുമ്പോൾ, യൂണിവേഴ്സിന്റെ മുന്നേറ്റം, ആ ഒരു മുന്നേറ്റത്തിന് നമ്മൾ നിൽക്കുമ്പോൾ സത്യത്തില് യൂണിവേഴ്സ് നമ്മുടെ കോമ്പൻസേഷനായിട്ട് നമ്മുടെ ജീവിതത്തിൽ തരുന്നതാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം. ഈ ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാക്കുമ്പോൾ സത്യത്തിൽ ഒരുവിധ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും സ്വയം ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും പരിഗണിച്ചുകൊണ്ടാകണം, ഒരു ടീം എന്നുള്ള രീതിയിൽ. അവിടെ ഒരു തരത്തിലുള്ള വ്യത്യസ്തമായ ചിന്തകളും ഒന്നും പാടില്ല. മനുഷ്യന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ളതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ച എന്ന് പറയുന്നത് ഈ ഒരു ടീം സ്പിരിറ്റോടുകൂടി മറ്റുള്ളവർക്ക് കൂടി നന്മകൾ ലഭിക്കത്തക്ക രീതിയിൽ ആയിരിക്കണം എന്നുള്ളതാണ്. അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞ ആ ഒരു ഭാഗം. എന്താണ്? അവനവനാത്മ സുഖത്തിനായി ആചരിക്കുന്നവ അപരനു കൂടി സുഖത്തിനായി വരയണമെന്നുള്ളത്. നമ്മുടെ സുഖത്തിന് വേണ്ടി എന്ത് ചെയ്താലും അത് മറ്റുള്ളവരുടെ സുഖത്തിനും കൂടി നമ്മൾ പരിഗണന വെക്കുക. അല്ലെങ്കിൽ സുഖത്തിന് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, ഉപദ്രവങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ നമുക്ക് ജീവിക്കാൻ കഴിയണം. അതായത് നമ്മുടെ നേട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനവും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുവാൻ പാടില്ലാത്ത രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ കോമ്പൻസേഷൻ കിട്ടും, ജീവിതം ഉയരും. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ നന്മയും കൂടി വരുന്ന രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ കോമ്പൻസേഷൻ പല മടങ്ങായിട്ട് വർദ്ധിക്കും, ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. അതേസമയം നമ്മുടെ നേട്ടത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മറ്റു മനുഷ്യരുടെ കൂടെയുള്ള മനുഷ്യരുടെ ജീവിത മുന്നേറ്റത്തെയോ അവരുടെ മനസ്സിനെയോ ഏതെങ്കിലും രീതിയിൽ തടസ്സപ്പെടുത്തുന്നതോ ഇകഴ്ത്തുന്നതോ ആയ പ്രവൃത്തിയാണെന്നുണ്ടെങ്കിൽ അതിനും നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ദി ലോ ഓഫ് കോമ്പൻസേഷൻ പഠിപ്പിക്കുന്നത്. ഈ ഒരു നിയമം നമ്മൾ വളരെ ആഴത്തിൽ, നിങ്ങൾ ഏത് രീതിയിലായാലും ഇത് കൂടുതൽ ആഴത്തിൽ പഠിക്കണം. ദി ലോ ഓഫ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ട് 1841 റാൾഫ് വാൾഡോ എമേഴ്സൺ എഴുതിയ ഒരു എസ്സേ ഉണ്ട്. അത് ഞാൻ യൂട്യൂബിൽ ഞാനത് വിശദീകരിച്ചുകൊണ്ടുള്ള ഈ വീഡിയോസ് ചെയ്യാനാണ് കരുതുന്നത്. കാരണം ഈ ഒരു നിയമം ലോ ഓഫ് അട്രാക്ഷനെ പോലെ തന്നെ പ്രാധാന്യമുള്ളത്. ലോ ഓഫ് അട്രാക്ഷൻ സ്പിരിച്വൽ ആണെന്ന് പറയുന്നത് ഇത് നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ ചിന്തകളെയും സംസാരങ്ങളെയും എല്ലാം നമ്മൾ സൂക്ഷിക്കണം. ഇത് ടീം പ്ലേ ആണ്. സത്യത്തിൽ മനുഷ്യന്റെ ജീവിതം ഒരു ടീം പ്ലേ ആണ്. ഈ ടീം പ്ലേ നമ്മൾ വളരെ സൂക്ഷിക്കണം. നമ്മൾ കൂടെ നിൽക്കുന്ന ആളുകളുടെ താല്പര്യങ്ങൾ കൂടി നമ്മൾ സംരക്ഷിച്ചു കൊണ്ടുവേണം നമ്മൾ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ കോമ്പൻസേഷൻ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ലൈഫ് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അതിനപ്പുറമായിട്ട് നമുക്ക് ഉയരുകയും ചെയ്യും. ഉയർച്ചയ്ക്കുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടിപ്പ് അതാണ്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്ന് മുതൽ നമ്മൾ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട 5 പോയിന്റുകൾ ആണ്. അതായത് നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കുക. നമ്മുടെ ജീവിതത്തെ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ നിലവിലുള്ള അവസ്ഥയെ നമ്മൾ നോക്കുക. എവിടെയൊക്കെയാണ് കുറവുകൾ ഉള്ളത്, അവിടെ എല്ലാം കോമ്പൻസേഷന്റെ കുറവ് മൂലമുള്ളതാണ്. ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് സാമ്പത്തികമായിട്ടല്ല കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചോളണം. നമ്മൾ കരുതി കോമ്പൻസേഷൻ എന്ന് പറയുന്നത് നഷ്ടപരിഹാരം
അല്ലെങ്കിൽ ആ ഒരു പ്രതിഫലം എന്നുള്ള രീതി അർത്ഥമാക്കുന്നത് സാമ്പത്തിക നേട്ടം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് പലരും അല്ല. സാമ്പത്തിക നേട്ടം ഒരു വശം മാത്രമേ ആകുന്നുള്ളൂ. ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് വേണ്ട സകല മേഖലകളും ഈ കോമ്പൻസേഷനിൽ വരും. നമ്മൾ മറ്റ് മനുഷ്യരിൽ നിന്ന് നമ്മൾ വാല്യൂ അനർഹമായി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി അനർഹമായ വാല്യൂ മറ്റു മനുഷ്യരുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് നമ്മൾ ജീവിതത്തിൽ കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കേണ്ടി വരും. നമ്മൾ അതിന് വാല്യൂ നമ്മുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കേണ്ടി വരും. അതേസമയം നമ്മുടെ പ്രവർത്തനങ്ങൾ, നിരന്തരമായ നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റു മനുഷ്യരുടെ വാല്യൂവിനെ ഉയർത്തുവാനും അവരെ സപ്പോർട്ട് ചെയ്യുവാനും അവരുടെ ജീവിതത്തിന് എളുപ്പമാക്കുവാനും ഉള്ളതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊന്നും വെറുതെ പോകുന്നില്ല. എല്ലാത്തിനും കോമ്പൻസേഷൻ ലഭിക്കും. അത് സാമ്പത്തികമായിട്ടാണെങ്കിൽ അങ്ങനെ ജീവിതത്തെ നമുക്ക് ബെറ്ററായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള കോമ്പൻസേഷൻ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ലോ ഓഫ് കോമ്പൻസേഷൻ നൽകുന്ന ഉറപ്പ്. ഇതൊരു ഉറപ്പാണ്. ഈ ഒരു പോയിന്റാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് ഒന്നാമത്തെ ഈ ഒരു കോമ്പൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ലോ ഓഫ് കോമ്പൻസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലൈഫിനകത്ത് അത് നമ്മുടെ ജീവിതത്തിന് അനുകൂലമാക്കി മാറ്റുവാനുള്ള പ്രധാനപ്പെട്ട 5 പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ പോയിന്റ് നമ്മുടെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ടും നെഗറ്റിവിറ്റിയെ മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ അകം ലോകത്തിൽ നിന്ന് നെഗറ്റിവിറ്റിയെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുന്നതിനുള്ള എന്താ പറയുക, ഒരു കരുതിക്കൂട്ടിയുള്ള പ്രവർത്തനം നമ്മൾ ചെയ്യുക. കരുതിക്കൂട്ടി. കാരണം നമ്മളെ ഉള്ളിനകത്ത് നമുക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ചില നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളുടെ ഓർമ്മകൾ നമ്മുടെ ഉള്ളിലുണ്ടാകാം. മറ്റ് മനുഷ്യർ നമ്മളോട് ചെയ്തിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകാം. നമുക്ക് പറ്റിയ അബദ്ധങ്ങളുടെ പേരിലുള്ള ചിന്തകൾ ഉണ്ടാകാം. നമുക്ക് പറ്റിയ പരാജയങ്ങളുടെ എന്താ പറയുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടാകാം. ഇതെല്ലാം തന്നെ സത്യത്തില് നമ്മുടെ മനസ്സിൽ ഉണ്ട്. പിന്നെ മറ്റു മനുഷ്യരോടുള്ള വിരോധങ്ങൾ, അവരെ കുറിച്ചുള്ള ചിന്തകൾ, നമ്മുടെ കൂടെയുള്ള ആളുകളോടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഇതുവരെ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ, അവർ മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർത്തുകൊണ്ടുള്ള ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിനെ ഇങ്ങനെ വേട്ടയാടുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ മനസ്സ് എപ്പോഴും ഒരു നെഗറ്റീവാണ്, അല്ലെങ്കിൽ നമ്മൾ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് പറ്റിയ പിണഞ്ഞിട്ടുള്ള അബദ്ധങ്ങൾ, ഇവയെല്ലാം നമ്മുടെ മനസ്സിനെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ പൂർണ്ണമായിട്ടും മുക്തമാകുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അതിന് നമ്മൾ ചെയ്യുവാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ചെയ്യാൻ തരാം. നിങ്ങൾ ഈ താങ്ക്യൂവിന്റെ പ്രാക്ടീസ്, താങ്ക്യൂവിന്റെ ഒരു മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് നിങ്ങളെ മനസ്സിനകത്ത് വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു അനുഭവം ഇപ്പം നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിട്ടുകളയുവാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ഓർമ്മകൾ, അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തെ കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമുക്ക് മനസ്സിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ടെങ്കിൽ, അതിന് വേണ്ടി സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് നമ്മുടെ ഉപബോധ മനസ്സിനെ അഡ്രസ് ചെയ്തുകൊണ്ട് ഉപബോധ മനസ്സിനോട് പറയുക, ഞാൻ ആ ഒരു സബ്ജക്റ്റിനെ എൻ്റെ മനസ്സിൽ ഞാൻ വിട്ടുകളയുകയാണ്. ലെറ്റിംഗ് ഗോഡ് ഒരു പവർഫുൾ ആയിട്ടുള്ള പ്രാക്ടീസ്, സിമ്പിൾ പ്രാക്ടീസാണ്. ഈ വാക്കുകൾ തന്നെ ആ സബ്ജക്റ്റിനെ മനസ്സിൽ നിന്ന് മെല്ലെ 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 മാറ്റും. അതൊരു 10 പ്രാവശ്യമെങ്കിലും ഒറ്റ സ്ട്രെച്ചിൽ പറയുക. നിങ്ങൾ താങ്ക്യൂവിൻ്റെ ആ ഒരു ചാൻഡിങ് മെഡിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്താണ് ഒരു സബ്ജക്റ്റ്, നിങ്ങൾക്ക് മനസ്സിനെ വേദനിപ്പിക്കുന്ന കുറെ ആളുകളുണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകാം, അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് സംഭവിച്ചിട്ടുള്ള വലിയ നഷ്ടങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകാം, നമ്മൾ അത് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ഒരു നഷ്ടബോധങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാകാം. ഇതെല്ലാം നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുകയും നെഗറ്റീവായിട്ട് പിടിച്ച് കുലുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നമ്മൾ പൂർണ്ണമായിട്ടും വിട്ടുകളയാൻ, അത് നമ്മൾ അവിടെ വെച്ചുകൊണ്ടിരിക്കരുത്. അതിന് ഈ ഒരു പ്രാക്ടീസ് ചെയ്താൽ, ഞാൻ ആ സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് എടുത്തതിന് ശേഷം അതിനെ ഞാൻ വിട്ടുകളയുകയാണ്. 10 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ആ സബ്ജക്റ്റിനെ അഡ്രസ് ചെയ്തുകൊണ്ട് പറയുക, അതിനെ ഞാൻ പൂർണ്ണമായും എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുകളയുകയാണ്. അങ്ങനെ പറയുക. ഒരു 10 പ്രാവശ്യം അത് പറയും. ക്രമേണ നിങ്ങളത് ആവർത്തിച്ച് ഡെയിലി കുറച്ച് ദിവസം ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു പെയിനോ നെഗറ്റിവിറ്റിയും മനസ്സിൽ നിന്ന് മെല്ലെ 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 കുറഞ്ഞു വരുന്നത് നമുക്ക് മെല്ലെ ബോധ്യപ്പെടും. വരണം. കാരണം പറഞ്ഞാൽ അത് നമ്മൾ അങ്ങനെ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് സ്വീകരിച്ചുകൊണ്ട് അത്തരം നെഗറ്റീവ് അത് അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പറഞ്ഞാലേ അത് പുറത്തു വിടുകയുള്ളൂ. അപ്പോൾ
നമ്മളതിനെ ലെറ്റിംഗ് ഗോ വിടുക, അത് വിട്ടുകളയുക, അതിനെ ഞാൻ വിട്ടുകളയുകയാണെന്നുള്ള ആ പ്രാക്ടീസ് നമ്മൾ ചെയ്യുക, പറയുക. അത് നിങ്ങൾക്ക് വലിയ രീതിയിൽ മനസ്സിന് നെഗറ്റിവിറ്റിയെ മാറ്റുവാനുള്ള സഹായം നൽകും. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിൽ പോസിറ്റിവിറ്റി കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാണ്. നമ്മുടെ അകം ലോകത്തിൽ, മനസ്സിലെന്ന് പറഞ്ഞാൽ അകം ലോകത്തിലാണ് കേട്ടോ, അകം ലോകം എന്നാണ്. നമ്മുടെ അകം ലോകത്തിന്റെ പ്രതിബിംബമാണ് നമ്മുടെ പുറം ലോകം. നമ്മുടെ അകം ലോകത്തെ പോസിറ്റിവിറ്റി കൊണ്ട് നിറയ്ക്കുമ്പോൾ സ്വാഭാവികമായും പുറം ലോകത്ത് അത് പ്രതിബിംബമായിട്ട് വരും. അപ്പോൾ നമ്മുടെ അകം ലോകത്ത് നമ്മൾ പോസിറ്റിവിറ്റി കൊണ്ട് നിറയ്ക്കുമ്പോൾ പുറം ലോകത്ത് അത് പ്രതിബിംബമായി വരും. അപ്പൊ നമ്മുടെ അകം ലോകത്ത് നമുക്ക് എത്രത്തോളം, വേറൊന്നുമല്ല, നമ്മുടെ മനസ്സിൽ സന്തോഷം വരുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുക, കൂടുതൽ നന്ദിയുള്ളവരാകുക, നമ്മുടെ ജീവിതത്തിനകത്ത് ഉള്ള കാര്യങ്ങളുടെ പോസിറ്റീവായ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ നിരന്തരമായി നിരീക്ഷിച്ചുകൊണ്ട് അതിന് നിരന്തരമായി നന്ദിയുള്ളവരാകുക. ജീവിതത്തിൽ ഉള്ള കുറവുകളെ മാത്രം ഫോക്കസ് ചെയ്യാതെ നമുക്ക് ജീവിതത്തിൽ ഉള്ള നന്മകളെ കുറിച്ച് ഫോക്കസ് ചെയ്തുകൊണ്ട് അതിൽ നമ്മൾ എപ്പോഴും നന്ദി ഉണ്ടാ, എനിക്കിതുണ്ടല്ലോ, ഇതെനിക്കുണ്ടല്ലോ ജീവിതത്തിൽ, താങ്ക് യു സോ മച്ച്, എനിക്കിതുണ്ടല്ലോ, എനിക്ക് ഇങ്ങനെ ചില അനുഗ്രഹങ്ങളുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ നിരന്തരമായിട്ട് ജീവിതത്തെ നിരീക്ഷിക്കണം. അതെല്ലാം നമ്മൾ കണ്ടുകൊണ്ട് അതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് നമ്മൾ അതെന്ത് ചെയ്യണം, നമ്മുടെ ഉള്ളിൽ ആ നന്ദിയുടേതായ ഒരു ഫീലിംഗ് എപ്പോഴും കൊണ്ടുവരണം. അതുപോലെ തന്നെ നമുക്ക് മറ്റു മനുഷ്യരോട് ഇനിയിപ്പം നമ്മൾ ഇങ്ങനെയായിരിക്കും ചിന്തിക്കാനുള്ളത്, ഈ ലോകത്തുള്ള ഓരോ മനുഷ്യരെയും നമ്മൾ അൺകണ്ടീഷണായിട്ട് സ്നേഹിക്കാൻ കാര്യം നമ്മൾ ഒരു ടീം മെമ്പറാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വയ്ക്കണം. നമ്മൾ ഓരോ മനുഷ്യ സത്യത്തിൽ നമ്മൾ ഒരു ടീമിലെടുക്കില്ലേ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലൊക്കെ എടുക്കുമ്പോൾ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു അഭിമാനവും ഒരു സന്തോഷവും കണ്ടില്ലേ, ഒരു നിശ്ചിത കാലത്തേക്കാണ് ആ ടീമിൽ മെമ്പർ ആകുന്നത്. ഒരു ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സ്വപ്നമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ സത്യത്തിൽ അങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ട ആളുകളാണ്. ഈ ലോകത്ത് നമ്മൾ കരുതുന്ന പോലെ നമ്മൾ ഈ ലോകത്ത് എത്രയോ സ്പീഷീസുകളുണ്ട്, പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. നമ്മളെ ചിലരെ മാത്രമല്ല യൂണിവേഴ്സ് ഈ ഒരു മനുഷ്യനാക്കി ഇവിടെ തിരഞ്ഞെടുത്തത്, ടീമാക്കി സെലക്ട് ചെയ്യുക, ടീം മെമ്പർ ആക്കുകയല്ലായിരുന്നു. നമ്മുടെ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുമ്പോൾ നമുക്കൊരു സ്പോർട്സ് ടീമിലോ ഒരു ആർട്സ് ടീമിലോ ഒക്കെ നമുക്കൊരു ടീം നമ്മളെയും കൂടി സെലക്ട് ചെയ്ത് നമുക്ക് എത്രമാത്രം അഭിമാനവും സന്തോഷവും ഉണ്ടാവും. അപ്പൊ ഈ മനുഷ്യ ജന്മം എടുക്കുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ യൂണിവേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനും അതിന്റെ ക്രിയേഷനെ സഹായിക്കുവാനും വേണ്ടിയുള്ള ടീമിന്റെ ഭാഗമാണ് നമ്മൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ. വേറെ ഒരു ജീവിക്കുന്നതിന് കഴിയില്ല. ഇതുപോലെ മനുഷ്യന്റെ ചിന്തകൾ ഉപയോഗിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്യാനും ഒരു ക്രിയേഷൻ നടത്തുവാനും വേറെ രീതിയിൽ ഡെവലപ്പ് ചെയ്യാനും അപ്ഡേഷൻ സംഭവിക്കാനും വേറെ ജീവിക്ക് കഴിയില്ല. മനുഷ്യന് മാത്രമേ കഴിയൂ. അത് മനുഷ്യന്റെ ഒരു അപാരമായ ഒരു ശക്തി ഉള്ളിൽ കുടികൊള്ളുന്നത് കൊണ്ടാണ്. അങ്ങനെ ഒരു ശക്തിയെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ട് ഈ ഭൂമിയിലേക്ക് നമ്മളെ വിടുന്നുണ്ടെങ്കിൽ നമ്മൾ ടീം മെമ്പറായി സെലക്ട് ചെയ്യപ്പെട്ടത് കൊണ്ടാണ്. അപ്പൊ നമ്മളെല്ലാം ഒരു ടീമാണ്. ആ ടീമെ ആയിട്ട് കണ്ടുകൊണ്ട് വേണം നമ്മൾ പരസ്പരം സഹകരിച്ചുകൊണ്ടും നമ്മൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരു സമൂഹം വികസിക്കുന്നത്. ഈ വികസിത രാജ്യങ്ങളിലേക്ക് സമൂഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് നോക്കുമ്പം അവർ ഈ ഒരു ബോധതലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അവിടെ ഹാപ്പിനെസ് ലെവലൊക്കെ കൂടി നിൽക്കാനുള്ള കാരണം അതാണ്. അവരെ സ്വന്തം സഹജീവികളായ മനുഷ്യരെ അവർ കാണുന്നത് വലിയൊരു ടീം മെമ്പേഴ്സായിട്ടാണ്. അതാണ് അവരെ കരുതൽ ഉണ്ടാകുന്നത്. അവിടെ ഉയർന്ന ബോധതലമായത് കൊണ്ടാണത്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ മെല്ലെ മെല്ലെ എത്തണം. സഹജീവികളായ മനുഷ്യരെ വേറെ ഒന്നിൻ്റെയും വേർതിരിവോടുകൂടി കാണാതെ മനുഷ്യരായി ഒരു ടീം മെമ്പേഴ്സായി കണ്ടുകൊണ്ട് നമ്മുടെ മുന്നിൽ വരുന്ന വ്യക്തികളെ എനിക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയും, എൻ്റെ മുന്നിൽ ഒരു സഹായമായിട്ട് വരുന്ന, എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് വരുന്ന എൻ്റെ കസ്റ്റമർ എനിക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയും, എനിക്ക് ഏറ്റവും മികച്ച സർവീസ് എങ്ങനെ നൽകാൻ കഴിയും, എൻ്റെ ബിസിനസ്സിൽ എൻ്റെ സാധനം വാങ്ങുവാൻ വരുന്ന കസ്റ്റമർക്ക് ഏറ്റവും മികച്ച സർവീസ് എങ്ങനെ നൽകാൻ കഴിയും. പിന്നെ നോക്കാവൂ അയാൾ തരുന്ന പണത്തെക്കുറിച്ച്. ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലായാലും, ബിസിനസ്സിലായാലും ശരി തന്നെ, നമ്മുടെ ബന്ധങ്ങളിലായാലും ശരി തന്നെ, നമ്മളോട് ഇടപെടുന്ന ഓരോ വ്യക്തികളോടും നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി പെരുമാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യൂണിവേഴ്സ് അതാണ് ആഗ്രഹിക്കുന്നത്. ഒരു കോച്ച് അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ എപ്പോഴും ആ ഒരു ലീഡർ എപ്പോഴും ആഗ്രഹിക്കുന്ന സഹ കളിക്കാരുടെ ഒരു കോർഡിനേഷൻ, പരസ്പര സപ്പോർട്ടോട് കൂടി ഒരുമിച്ചുള്ള മുന്നേറ്റമാണ്. അല്ലാതെ കൂടെ ഉള്ള ഒരുത്തനെ ചതിക്കുകയോ അല്ലെങ്കിൽ അവനെ വലിച്ച് താഴോട്ടിട്ടുകൊണ്ട് എങ്ങനെയാണ് ടീമിന് വിജയിക്കാൻ കഴിയുക?
അങ്ങനെയുള്ള ആളുകളെ കോച്ചിനോ ക്യാപ്റ്റനോ ഇഷ്ടപ്പെടും. അതാണ് പോയിന്റ്. അപ്പൊ യൂണിവേഴ്സിന്റെ സ്നേഹവും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യനെയും നമ്മൾ സേവിക്കാൻ നമ്മൾ തയ്യാറാകണം. മനുഷ്യനെ സേവിക്കാൻ നമ്മൾ തയ്യാറാകണം. മനുഷ്യനെ സേവിക്കുമ്പോഴാണ് ദൈവത്തെ സേവിക്കുക എന്ന് കേട്ടില്ല. മാനവ സേവ മാധവ സേവ കേട്ടില്ല. മനുഷ്യനെ സേവിക്കുമ്പോഴാണ് അതുണ്ടാകുന്നത്. അതാണ് പോയിന്റ്. ഇതെല്ലാം വെറുതെ അങ്ങ് പറഞ്ഞു വെക്കുന്നതല്ല. ഇതൊക്കെ ഇതിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന വാചകങ്ങളാണ് അതൊക്കെ. ഈ യൂണിവേഴ്സിന്റെ രഹസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട്. അപ്പം മനുഷ്യനെ സേവിക്കുന്നതിലൂടെയാണ് യൂണിവേഴ്സിനെ സേവിക്കുന്നത്. അതിലൂടെയാണ് ഡെവലപ്മെന്റ് നടക്കുന്നത് ഓരോ കാലത്തും. അപ്പൊ നമ്മുടെ ഓരോ പ്രവൃത്തിയും മറ്റ് ഈ ഒരു ആത്മാർത്ഥത്തോടു കൂടി, ഈ ഒരു ടീം സ്പിരിറ്റോടു കൂടിയും ആകണം. അതാണ് നമ്മൾ മനസ്സിലാക്കുവാനുള്ളത്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നമ്മുടെ കയ്യിലുള്ള ജോലി എന്തായാലും ശരി തന്നെ, നമ്മുടെ കയ്യിലുള്ള പ്രവർത്തനങ്ങൾ, നമ്മുടെ നിലവിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും പവർഫുൾ, ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുക. അത് നമ്മൾ ഏത് പൊസിഷൻ, നമുക്കിപ്പോൾ ഒരു ജോലി ഇല്ലെങ്കിൽ കൂടിയും, ഒരു ജോലി ഇല്ലാത്ത ഒരു വീട്ടമ്മയാണ് നിങ്ങളെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്നുണ്ട്. അത് മറ്റ് മനുഷ്യരെ എനിക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയും, അവരുടെ ഒരു മനസ്സിന് സന്തോഷം കൊടുക്കാൻ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, അത് മതി. ഒരു സപ്പോർട്ട്, ഒരു മോട്ടിവേഷൻ, ഒരു ഡെവലപ്പ് ചെയ്യാൻ, ഒരാളുടെ ഒരു വഴികാട്ടാൻ, ഒരു കൈതെളിച്ച് വിടാൻ ഒരു മനുഷ്യനെ അത്രേ ആഗ്രഹിക്കുന്നുള്ളൂ. അതിന് കോമ്പൻസേഷൻ കിട്ടും. അതിന് ജീവിതത്തിലൂടെ കോമ്പൻസേഷൻ കിട്ടും. അല്ലാതെ ഒരു മനുഷ്യനെ പരസ്പരം ഇങ്ങനെ ഗോസിപ്പൊക്കെ പറഞ്ഞ് രണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന ചില ആളുകളെ തെറ്റിച്ച് അവരുടെ ജീവിതത്തെ കുഴപ്പത്തിലാക്കി, അപ്പൊ എന്താണ്, കൂടെ കളിക്കുന്ന ആൾക്കാരെ കാല് വെച്ച് അല്ലെങ്കിൽ ചതിച്ച് തള്ളിയിടുന്നത് പോലെയൊക്കെയാണ്. അങ്ങനെയുള്ള ആളുകളെ, അങ്ങനെയുള്ള ടീം മെമ്പേഴ്സിനെ അതിന്റെ ക്യാപ്റ്റൻ ഇഷ്ടപ്പെടുമോ? ആ ഒരു ലോജിക്ക് വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ജീവിതത്തെ കാണണം. സത്യത്തിൽ ഇത് തന്നെയാണ് പോയിന്റ്. ഇത് തന്നെയാണ് മനുഷ്യന്റെ ഈ ഭൂമിയിലെ പർപ്പസ്. അത് എന്താണ് യൂണിവേഴ്സ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയില്ല. നിങ്ങൾ സ്വയം ഡെവലപ്പ് ചെയ്യുക, അതിലൂടെ ഞാൻ ഡെവലപ്പ് ചെയ്യും. അത് ഡെവലപ്മെന്റ് ഒരുപാട് നടന്നിട്ടുണ്ട്. മനുഷ്യന്റെ ബോധമൊക്കെ 1000-2000 വർഷം മുമ്പ് ബുദ്ധന്റെ ഒക്കെ കാലത്തേക്കാളും ഒക്കെ എത്രയോ ഉയർന്നെന്നറിയാമോ? ഇപ്പോ ദി മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സിലൂടെ പറയുന്നത് ബുദ്ധന്റെ ഒക്കെ കാലത്തിന് ആ സമയത്തുണ്ടായിരുന്ന ബോധതലത്തിനേക്കാളൊക്കെ 10 മടങ്ങാണ് ഇപ്പോഴത്തെ മനുഷ്യന്റെ ബോധതലം. അത് ആ ഒരു ഡെവലപ്മെന്റ് ആണ്, ആ ബോധത്തിലൂടെയുള്ള എവല്യൂഷനാണ് സത്യത്തില് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. മനുഷ്യൻ ഓരോ തലമുറ കഴിയുന്തോറും പല രീതിയിലുള്ള ഡെവലപ്മെന്റ്, ബുദ്ധി കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും എല്ലാം ഡെവലപ്പ് ചെയ്ത് കയറി വരിക എന്നുള്ളത്, അതിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ മനുഷ്യനെ പിന്നോട്ടടിക്കുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും യൂണിവേഴ്സ് സപ്പോർട്ട് ചെയ്യില്ല. കോമ്പൻസേഷൻ എടുക്കും. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വാല്യൂ എടുക്കും. അപ്പൊ അത് ഈ ഒരു പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സിമ്പിൾ തെറ്റുകളൊക്കെ ഒരുപാട് പേര് ചെയ്യാറുണ്ട്, മറ്റു മനുഷ്യരുടെ ജീവിതത്തിലെ വാല്യൂ എടുക്കുന്നത്. സിമ്പിളെന്ന് തോന്നുന്നു, കെയർലെസ് ആയിട്ട് ചെയ്യും. കോമ്പൻസേഷൻ പോകുന്നുണ്ട്, പല തടസ്സങ്ങൾക്കും കാരണമാകുന്നുണ്ട്. സാധാരണ പറയുന്ന ഒരു ഉദാഹരണം, ഈ മൂവീസൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് കാണും. ടെലിഗ്രാമിലൊക്കെ വരുന്നത്, പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ, ഫ്രീ ആയിട്ട് ടെലിഗ്രാമിൽ കിട്ടുന്നതല്ലേ. എത്രയോ പേരുണ്ട്. അത് നമ്മൾ ഒരു വാല്യൂ ഇട്ട് വിൽക്കുന്ന ഒരു സാധനമല്ലേ. OTT-യിലായാലും ശരി തന്നെ, തിയേറ്ററിലായാലും ശരി തന്നെ, ഒരു വാല്യൂ ഇട്ട് വിൽക്കുന്ന സാധനത്തെ നമ്മൾ ഫ്രീ ആയിട്ട് എടുത്ത് കാണുമ്പോൾ നമുക്ക് എന്താണല്ലോ സംഭവിക്കുന്നത്? മറ്റു മനുഷ്യർ കഷ്ടപ്പെട്ട് രാപകലില്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ഫ്രീ ആയിട്ട് കാണും. എന്റർടൈൻമെന്റ് വാല്യൂ ഫ്രീ ആയിട്ട് എടുക്കുകയാണ് അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നിന്ന് വേറെ ഏതെങ്കിലും തരത്തിൽ കോമ്പൻസേഷൻ പോകും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കോമ്പൻസേഷൻ നമ്മൾ മറ്റുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് എന്താണ് വാല്യൂ അവരറിയാതെ, നമുക്ക് എന്താണ് നമ്മൾ എടുക്കുന്നത് അവരറിയാതെ, അവരറിഞ്ഞില്ല, അതുകൊണ്ട് എനിക്കിത് എടുക്കാം. അത് ഈ നിയമം നമ്മുടെ കൂടെ ഉണ്ട്. അത് കോമ്പൻസേഷൻ ലൈഫിൽ നിന്ന് പോകുന്നത്. ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടാകും ജീവിതത്തിനകത്ത്, വേദന അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഇത്തരം പോയിന്റുകളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അച്ചടക്കത്തോടു കൂടി മനസ്സിനെ നിയന്ത്രിച്ച് നമ്മൾ കൃത്യമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ ലൈഫിനെ ഒന്ന് ചിട്ടപ്പെടുത്തി നോക്കിയാണ് ഭൂമത്തേൽ നടക്കുന്നവരെ നമുക്ക് നടക്കാൻ പറ്റും.
ജീവിതത്തിൽ ഏറ്റവും സുഖകരമായ ഒരു അവസ്ഥയെക്കുറിച്ച് പറ്റും എന്നുള്ളതാണ് സത്യം. ആ, അത് മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മൾ തന്നെയാണ് നമ്മുടെ വഴിനീളെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂർത്ത മുള്ളുകളും കുപ്പിച്ചില്ലുകളും വാരി വിതറുന്നത്. എന്നിട്ട് നമ്മൾ തന്നെ അതിനകത്ത് ചവിട്ടിയിട്ട് നമ്മൾ പറയും ജീവിതം അത്യധികം വേദന നിറഞ്ഞതാണ്, അത്യധികം വേദന നിറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ല, നമ്മളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ കുപ്പിച്ചില്ലുകൾ വാരി വിതറാതിരിക്കാം, അതിനുള്ള ചോയ്സ് നമുക്കുണ്ട്. ഈ പോയിന്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുവാനുള്ളത്, നമുക്ക് മറ്റു മനുഷ്യരുടെ ജീവിതത്തിനകത്ത് നിന്നുള്ള വാല്യൂ എടുക്കുന്നത് നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക. അവരുടെ ജീവിതത്തിലേക്ക് നമ്മളൊരു ഒരു വാല്യൂ കൊടുക്കാതെ മറ്റുള്ള ലൈഫിൽ നിന്നൊരു വാല്യൂ എടുക്കാൻ ശ്രമിക്കരുത്. അവർ തന്നാൽ നമുക്ക് സ്വീകരിക്കാം, അതേസമയം നമ്മൾ അവരറിയാതെ എടുക്കരുത്. ഇത് ഞാൻ ആ മൂവിയുടെ ഉദാഹരണമൊക്കെ പറഞ്ഞൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണമാണ്. പലരും ചെയ്യുന്നൊരു കാര്യമാണ്, നമുക്ക് കയ്യിൽ നിന്ന് പണമായിട്ടും അല്ലാതെ രോഗങ്ങളായിട്ടും മറ്റ് ബുദ്ധിമുട്ടുകളായിട്ടും ഒക്കെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടും. ഓരോന്നും കാര്യങ്ങളായിട്ട് വാല്യൂ നമ്മൾ നഷ്ടപ്പെടും. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ ലോ ഓഫ് ഓവർ കോമ്പൻസേഷനെ അപ്ലൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ആവശ്യത്തിലധികം നൽകുക, വേറൊന്നുമല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കുറച്ചുകൂടെ ചെയ്യുക. ഓരോ ദിവസവും നമുക്ക് എങ്ങനെ ജീവിതത്തിനെ മെച്ചപ്പെടുത്താം എന്നുള്ളതാണ്. ജീവിതത്തെ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരം, ഇന്നലെ ചെയ്തതല്ല ഞാൻ ഇന്ന് ചെയ്യാനുള്ളത്, ഇന്നലെ ചെയ്തതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഇത് ചെയ്യാൻ പറ്റും. ഈ ഒരു എൻ്റെ ഒരു കഴിവിനെ എനിക്ക് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി, എൻ്റെ ജോലി അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിനകത്ത് എനിക്ക് ചെയ്യാൻ കഴിയും. എനിക്ക് ഈ ഒരു ടീമിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് എനിക്ക് എങ്ങനെ ഈ ജീവിതത്തെ എൻ്റെ ഈ ലോകത്തെ വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി മാറാൻ കഴിയും എന്നുള്ള നിരന്തരമായി ഒരു ബെറ്റർ ആവുക, ഒരു ബെറ്റർ പേഴ്സൺ എവരി ഡേ. അങ്ങനെ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് 100 രൂപയാണ് നമുക്ക് പ്രതിഫലമായിട്ട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ള 150 രൂപയുടെ ജോലി നമുക്ക് ചെയ്യുവാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാനുള്ളത്. അതാണ് ഓവർ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞത്. നമുക്ക് 100 രൂപ നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ ആ 50 രൂപ അവിടെ യൂണിവേഴ്സിന്റെ അടുത്ത് ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. ആ ക്രെഡിറ്റ് നമുക്ക് ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ലൈഫിലേക്ക് വരും, നമുക്ക് ക്രെഡിറ്റ് ആയിട്ട് തന്നുകൊണ്ടേയിരിക്കും. അത് ജീവിതത്തിൽ പല രീതിയിലുള്ള ഐശ്വര്യങ്ങൾ ലഭിച്ചുകൊണ്ട് ജീവിതത്തിൽ തന്നുകൊണ്ടേയിരിക്കും. 5-മത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ സ്വയം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ പ്രവൃത്തിയോടൊപ്പം തന്നെ നമ്മളെന്ന് പറയുന്നൊരു വ്യക്തിയെ ഇമ്പ്രൂവ് ചെയ്യുവാൻ എന്തെല്ലാം ചെയ്യാം, നമ്മളെന്ന് പറയുന്നൊരു വ്യക്തിയുടെ ഇമ്പ്രൂവ്മെന്റ്, സെൽഫായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി എന്തെല്ലാം ചെയ്യാം എന്നുള്ളത് അത് ചെയ്തുകൊണ്ടേയിരിക്കുക. അത് പഠിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, അറിവുകൾ നേടുക. ഒരു കളിക്കാരനോ ഒരു ക്രിക്കറ്റ് കളിക്കാരനോ ഫുട്ബോൾ കളിക്കാരനെയോ ടീമിൽ അംഗമായി എന്നുള്ള രീതിയിൽ അയാൾ വെറുതെ ഇരിക്കുന്നില്ല. അയാളുടെ പുതിയ കഴിവുകൾ അയാൾ നേടിക്കൊണ്ടേയിരുന്നില്ലെന്നുണ്ടെങ്കിൽ, പുതിയ കഴിവുകളെ തേച്ച് മിനുക്കി ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ചക്രം ഉരുളുന്നതിനനുസരിച്ച് അയാൾക്ക് പോകാൻ കഴിയില്ല, അയാൾ പുറന്തള്ളപ്പെട്ടു പോകും. അപ്പൊ നമ്മൾ നിലവിലുള്ള അവസ്ഥ ഒരു കംഫർട്ട് സോണിൽ തുടരുകയല്ല വേണ്ട, നിങ്ങളെല്ലാം ചെയ്യുന്നത് ആ ഒരു ഇത് തന്നെയാണ്. കാരണം നിങ്ങൾ സ്വയം ഇമ്പ്രൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്, നമ്മുടെ ഗ്രൂപ്പിൽ അംഗമാകുന്നതും ഇതുപോലുള്ള ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യുന്നതും എല്ലാം നിങ്ങൾ സ്വയം ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മനസ്സുള്ളത് കൊണ്ട് തന്നെയാണ്. നിങ്ങൾ ആ തിരിച്ചറിവിലേക്ക് എത്തിയ ആളുകൾ തന്നെയാണ്. കൺഗ്രാജുലേഷൻസ് എന്ന് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്, നിങ്ങൾ അതിലേക്ക് ആ സ്വയം തിരിച്ചറിവിലേക്ക് വന്നതിൽ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കൂടുതൽ മെച്ചപ്പെടുക, ലൈഫിൽ കൂടുതൽ മെച്ചപ്പെടുവാണ്. അത് നിങ്ങളുടെ തൊഴിൽ മേഖലയിലായാലും ശരി തന്നെ, ഏത് ലെവലിലായാലും നിങ്ങൾ എപ്പോഴും സ്വയം ഇമ്പ്രൂവ് ആവുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാരണം കാലം മുന്നോട്ട് പോവുകയാണ്, അതിനനുസരിച്ച് നമ്മൾ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല. നമ്മൾ കരുതുമ്പോൾ ഇനിയിപ്പം നമ്മളിപ്പോൾ അധികം പഠിച്ചിട്ട് എന്താ, നമ്മൾ നേടിയിട്ട് എന്താ, നമ്മളിവിടെ ഇമ്പ്രൂവ് ആവുന്നതനുസരിച്ച് നമുക്ക് അതിനുള്ള പ്രതിഫലം കിട്ടും എന്നുള്ളതാണ്. അത് നമ്മുടെ കടമയുടെ ഭാഗമാണ്. അത് യൂണിവേഴ്സിൽ നമ്മളെ നോക്കുന്നുണ്ട്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സമയം ചെലവഴിക്കുന്നത്. അത് എബ്രഹാമിക്സിന്റെ ഒരു തോട്ടുണ്ട്, അതായത് ലീഡിങ് എഡ്ജ് ഓഫ് തോട്ട്സ്. ഞാനത് ക്ലാസ്സുകളിലൊക്കെ പറയാറുള്ളതാണ്. എൻ്റെ ലീഡിങ് എഡ്ജ് ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഓരോ തലമുറയ്ക്കും കൈമാറുന്നതിന് മുമ്പ് ബാറ്റൺ കൈമാറുന്നത് റിലേ പോലെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു റിലേ, നിരന്തരമായ ഓട്ടം, അടുത്ത ആൾക്ക് ബാറ്റൺ കൈമാറിയാണ് പോകുന്നത് ഓരോ തലമുറകൾ കഴിയുമ്പോൾ.
നമ്മുടെ മുൻ തലമുറകളെ പോലെയാണോ നമ്മളുള്ളത്? അവരെക്കാളും കുറച്ചുകൂടെ ചിന്താശേഷിയും അറിവുകളും നമുക്കില്ലേ? ഉണ്ടല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ വരും തലമുറകൾ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം എടുത്ത് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകുമല്ലോ. അവർക്ക് നമ്മളെക്കാളും ബുദ്ധിയും ചിന്താശേഷിയും സ്പീഡും ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലെവൽ, അതായത് അതെങ്ങനെ ഇങ്ങനെ ബാറ്റൺ കൈമാറി പോകുന്നത് പോലെ. അപ്പൊ നമ്മളെന്ന് പറഞ്ഞ ഒരു വ്യക്തി അവർക്ക് കൈമാറുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും മികച്ച വെർഷനായിട്ട് വേണം ഈ ഭൂമിയിൽ നിന്ന് പാസ് ചെയ്ത് പോകുവാൻ എന്നുള്ളതാണ്. എന്നിട്ട് വേണം ആ ബാറ്റൺ കൈമാറാൻ എന്നുള്ളതാണ്. അതാണ് നമ്മുടെ കടമ. അല്ലാതെ നമ്മൾ ഇടയ്ക്ക് വെച്ച് ഒന്ന് നിർത്തി ഏതെങ്കിലും ഒരു ജോലിയിൽ നിന്നൊക്കെ വിരമിച്ച് എൻ്റെ സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തന കാലാവധിയൊക്കെ കഴിഞ്ഞു, എനിക്കിനി ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ഇനി വെറുതെ ഇരിക്കാം എന്നൊക്കെയുള്ള ആറ്റിറ്റ്യൂഡ് സത്യത്തിൽ സ്പിരിച്വൽ പോയിന്റ് ഓഫ് വ്യൂവിൽ തെറ്റാണ്. നമ്മളങ്ങനെ മടി പിടിച്ചോ ഒന്നിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു പോയിന്റ് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറൊന്നുമല്ല, ഈ ലോ ഓഫ് കോമ്പൻസേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്. ഇനിയും കൂടുതൽ, കാരണം ഈ ലോ ഓഫ് കോമ്പൻസേഷന്റെ നിരന്തരമായ ലംഘനം കൊണ്ടാണ് നമ്മുടെ സമൂഹം പിന്നോട്ട് പോകുന്നത്. ഈ ലോ ഓഫ് കോമ്പൻസേഷൻ കൃത്യമായി ഓരോ മനുഷ്യനും പാലിച്ചു കഴിഞ്ഞാൽ ആ സമൂഹം വലിയ വികസനത്തിലേക്കും ഡെവലപ്മെന്റിലേക്കും പോകും. ഈ ഒരു പോയിന്റ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം. അത് മറ്റ് മനുഷ്യരുടെ വാല്യൂവിനെ എടുക്കുന്നതാകരുത്, ഒരു തരത്തിലുമുള്ള വാല്യൂവിനെ എടുക്കുന്നതാകരുത് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. നമ്മൾ അവർക്ക് വാല്യൂ ആഡ് ചെയ്യണം. അനർഹമായ ഒരു വാല്യൂവിനെ എടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ സന്തുലിതാവസ്ഥ കൊണ്ടുവരും. യൂണിവേഴ്സിറ്റി ഒരു നിയമത്തിലൂടെ അത് നമ്മുടെ ലൈഫിൽ നിന്ന് ആ വാല്യൂവിനെ ഏതെങ്കിലും രീതിയിൽ എടുത്തു മാറ്റിക്കൊണ്ട് എന്തിനാണ് കഷ്ടപ്പെടുന്നത്? നമുക്ക് സ്വസ്ഥമായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കുള്ള കോമ്പൻസേഷൻ കൃത്യമായിട്ട് കിട്ടും. അത് നിയമമാണ്, കൃത്യമായിട്ട് ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു സെഷനിലൂടെ പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രദീപ് അൺമ്യൂട്ട് ചെയ്യണം, അങ്ങനെയാണ്. മ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. അൺറൈസ് ചെയ്തിട്ട് ചോദിച്ചാൽ മതി എല്ലാവരും. ഓൾറെഡി അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ക്വസ്റ്റ്യൻസ് ഒന്നും റോബിൻ പറഞ്ഞു. സർ, ഇപ്പൊ പറഞ്ഞ 5 പോയിന്റുകൾ ഒന്നുകൂടി ഒന്ന് ആദ്യം മുതൽ അങ്ങനെ ഒന്ന് സമ്മറൈസ് ചെയ്യാമോ? ജസ്റ്റ് പറയാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നർ അകം ലോകത്തെ നെഗറ്റിവിറ്റിയെ പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അത് ഫർഗീവ്നെസ്സിലൂടെ മറ്റു മനുഷ്യർക്കുള്ള വിരോധം വിദ്വേഷവും നമ്മൾ മനസ്സിൽ വെക്കാൻ പാടില്ല. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ ഇതുവരെയുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് നമ്മൾ ചെയ്തു പോയിട്ടുള്ള അബദ്ധങ്ങൾ, ഇവയൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. ഇനി അതൊക്കെ നമ്മൾ തിരുത്തലുകളാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ സ്വയം ഇടിച്ചു താഴ്ത്തുകയോ നമ്മുടെ മനസ്സിനെ നമ്മൾ വേദനിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ നന്ദി ഉള്ള മനുഷ്യർ, കുറച്ചുകൂടെ പോസിറ്റീവായ മനുഷ്യർ, ഉള്ളുകൊണ്ട് പോസിറ്റിവിറ്റി നിറച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ പ്രതിബിംബം എന്നോണം ജീവിതത്തിൽ പോസിറ്റിവിറ്റി വന്ന് നിറയും. ഉള്ളുകൊണ്ട് നമ്മൾ ഇന്നർ വേൾഡിൽ നമ്മളെ പോസിറ്റിവിറ്റി. അപ്പൊ അതിന് ഏറ്റവും എളുപ്പമാർഗം നമുക്ക് നിലവിലുള്ള നമ്മുടെ അനുഗ്രഹങ്ങളെ നമ്മൾ കാണുക. ധാരാളമായ ബ്ലെസ്സിങ്സ് നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. അപ്പൊ ആ ഓരോ ബ്ലെസ്സിങ്സിനെ നമ്മൾ എണ്ണിക്കൊണ്ട് ഇതെല്ലാം എനിക്ക് ഉണ്ടല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നമ്മൾ അതിനെല്ലാം നോക്കിക്കൊണ്ട് നമ്മൾ വലിയ രീതിയിൽ നന്ദി ഉള്ളിൽ പ്രകടിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ കൂടെ ഉള്ള ആളുകളെ എല്ലാം നമ്മൾ സ്നേഹിക്കുക. അവർ നമ്മളെ ഈ പറഞ്ഞതുപോലെ യൂണിവേഴ്സിന്റെ ഒരു ടീം മെമ്പറാണ്, എന്നോടൊപ്പം വളരാനുള്ളവരാണ് എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ പുതുതായി കൊണ്ടുവന്നുകൊണ്ട് ഒരു സ്നേഹത്തിന്റെയും ഒരു സന്തോഷത്തിന്റെയും ഒരു വികാരം എപ്പോഴും മനസ്സിൽ നിറയ്ക്കുമ്പോൾ ഉള്ളിൽ പോസിറ്റിവിറ്റി നിറയും. അത് സ്വാഭാവികമായിട്ടും നാച്ചുറലി അത് നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ ഒരു എന്താ പറയുക, ഇതൊരു കണ്ണാടിയുടെ മുമ്പിൽ നമ്മളൊരു കരി വെച്ച് കഴിഞ്ഞാൽ ആണ് അതിന്റെ പ്രതിബിംബമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു സ്വർണം വെച്ച് കഴിഞ്ഞാൽ സ്വർണമാണ് കാണാൻ പറ്റുന്നത്. രത്നം വെച്ച് കഴിഞ്ഞാൽ രത്നമാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ ഏതാണ് നമ്മുടെ ഉള്ളിൽ കരി കൊണ്ട് നിറച്ചിട്ട് കരിയാണ് ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത്, അതോ നല്ല രത്നങ്ങളും വൈഡൂര്യങ്ങളും നിറച്ചിട്ട് അതാണോ നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റുന്നത്? ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ലേ? ഉള്ളിൽ പോസിറ്റിവിറ്റി, സന്തോഷവും ആനന്ദവും നിറച്ചിട്ട് അതല്ലേ നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിബിംബമായിട്ട് വരും, ഒരു സംശയം വേണ്ട. അതാണ് സംഭവിക്കുന്നത്. അത്
ഉണ്ടാവും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള ആ ഒരു നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുക. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, നമ്മൾ നിലവിലുള്ള ജീവിതത്തിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ഏറ്റവും മികച്ച രീതിയിൽ മറ്റുള്ളവർ കൂടി നന്മ ലഭിക്കത്തക്ക രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ നന്മയും കൂടി എപ്പോഴും നമ്മൾ പരിഗണിക്കുക. നമ്മുടെ പേഴ്സണലായിട്ടുള്ള നേട്ടങ്ങൾക്ക് ശ്രമിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു കരുതൽ വേണം. അത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടോ, അതായത് നമ്മുടെ നേട്ടം കൊണ്ട് മറ്റുള്ളവർക്ക് ഇകഴ്ത്തൽ സംഭവിക്കുന്നുണ്ടോ, ഈ ഇടിച്ച് സംഭവിക്കുന്നുണ്ടോ, അവരുടെ വാല്യൂ നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴും പരിഗണിക്കണം. അത് വളരെ പ്രധാനമാണ്. അതായത് നേട്ടം ഉണ്ടായാലും കുഴപ്പമില്ല, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല ഒന്നാണ്. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിലോ ഓവർ കോമ്പൻസേഷൻ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു എക്സ്ട്രാ ചെയ്യുക. എത്രത്തോളം എക്സ്ട്രാ ഇടാമോ, നമ്മുടെ എഫേർട്ടിൽ എത്രത്തോളം ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കുറച്ചുകൂടി ചെയ്യുക, എക്സ്ട്രാ ചെയ്യുക. അത് ഓവർ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ആ ഓവർ കോമ്പൻസേഷൻ സമൃദ്ധിയായിട്ട്, പല രീതിയിലുള്ള സമൃദ്ധിയായിട്ട് കോമ്പൻസേഷൻ ലൈഫിൽ നീങ്ങി. അങ്ങനെയാണ് ചാമ്പ്യന്മാരും വൻകിടമായിട്ടുള്ള ജീവിതത്തിൽ ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. ഈ ഓവർ കോമ്പൻസേഷൻ നൽകുന്നവരാണ് ചാമ്പ്യന്മാരായി വരുന്നത്. അത് ഏത് ടീമിൽ എടുത്തു നോക്കിയാലും, ജീവിതത്തിൽ എടുത്തു നോക്കിയാലും, ബിസിനസ്സിൽ എടുത്തു നോക്കിയാലും, ജോലിയിൽ എടുത്തു നോക്കിയാലും, എല്ലാം സ്വന്തം പ്രവർത്തനത്തിനോടൊപ്പം തന്നെ എക്സ്ട്രാ ആയിട്ട് ജോലി ചെയ്യാൻ തയ്യാറാണ്. അവരെ ആരും മുകളിലുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടിയൊന്നുമല്ല. അവരുടെ ജോലി എത്രത്തോളം എക്സ്ട്രാ ചെയ്യാമോ അത് നന്നായിട്ട് ചെയ്യും. അവരുടെ പ്രാക്ടീസ് എത്ര എക്സ്ട്രാ ചെയ്യാമോ അത് നന്നായിട്ട് ചെയ്യും. സ്വാഭാവികമായ ഒരു കോമ്പൻസേഷൻ അവരുടെ ലൈഫിലേക്ക് വരും. അത് സമ്പത്തായിട്ട് വരും, നല്ല കുടുംബ ബന്ധങ്ങളായിട്ട് വരും, നല്ല ആരോഗ്യമായിട്ട് വരും, ഫെയിം കിട്ടും, അവരെ ലോകം അറിയും, അവരറിയാതെ തന്നെ ലോകം അവരെ ഇഷ്ടപ്പെടും. കാരണം പറഞ്ഞാൽ അത്രത്തോളം സംഭാവനയാണ്, കോൺട്രിബ്യൂഷനാണ് അവർ സമൂഹത്തിന് വേണ്ടി നൽകുന്നത്. അവരറിയാതെ തന്നെ അത് മറ്റു മനുഷ്യരിലേക്ക് എത്തുകയും അവരെ ഒരു ഫെയിമിലേക്ക് എത്തുകയും ചെയ്യും. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ സ്വന്തം വാല്യൂവിനെ ഉയർത്തുവാൻ വേണ്ടി നമ്മൾ സ്വയം അപ്ഗ്രേഡ് ചെയ്യുവാൻ വേണ്ടി നിരന്തരമായി പരിശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരു പർട്ടിക്കുലർ പൊസിഷനിലെത്തി ഇനി സെറ്റിൽ ആവാം എന്നൊരു ചിന്താഗതി മരിക്കുന്നത് വരെ പാടില്ല. അത് മനുഷ്യന് അങ്ങനെ സെറ്റിലാവാൻ മനുഷ്യന് അർഹതയില്ലെന്നാണ് സ്പിരിച്വാലിറ്റിയിലൂടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു പോയിന്റ്. ഇതിനല്ല ഈ ടീം മെമ്പറായിട്ട് നമ്മളെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ടീം മെമ്പർ ആണെന്നുള്ളൊരു പോയിന്റിലൂടെ നമ്മൾ ഇനി നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കാണണം. തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികൾ. ഓക്കെ, അതാണ് 5 പോയിന്റ്. താങ്ക് യു സോ മച്ച്. ഫാമിലി മെമ്പേഴ്സ് ഇതിലേക്ക് വരാൻ എല്ലാവരും ഇതിലേക്ക് വരാൻ എന്താണ് ചെയ്യേണ്ടത്? ഏതിലേക്ക് വരാനാണ് ഉദ്ദേശിച്ചത്? ഈ ഒരു സബ്ജക്റ്റിലേക്കാണോ? ഈ സബ്ജക്റ്റിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ ആദ്യം നന്നാവുക. നമ്മൾ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പൂർണ്ണമായിട്ടും ഉയർത്തുക. ക്രമേണ നമ്മുടെ ഉയർച്ചയും നമുക്കൊരു ബോധതലമുണ്ട്. ആ ബോധതലത്തിന്റെ ഒരു ഉയർച്ചയും നമ്മുടെ ഒരു വൈബ്രേഷന്റെ ഒരു ഡെവലപ്മെന്റും എല്ലാം കൊണ്ട് ഫാമിലി മെമ്പേഴ്സൊക്കെ ഇങ്ങോട്ട് വരും. അല്ലാതെ അവരെ ഒരിക്കലും നിർബന്ധിക്കുക. താല്പര്യമുള്ളവർ പറഞ്ഞു നോക്കാം. താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ പുഷ് ചെയ്യാൻ ശ്രമിക്കരുത്, അവർ വരില്ല. ഇത് അങ്ങനെ കൊണ്ടുവരാനുള്ളൊരു സബ്ജക്റ്റ് അല്ല. ഇത് അവർ സ്വയം അറിഞ്ഞ് സ്വയം തിരിച്ചറിയേണ്ടതാണ് ഈ ഒരു കോൺഷ്യസ്നെസ്. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ, നമ്മുടെ വൈബിനെ നമുക്ക് ഉയർത്താൻ കഴിയും. നമ്മുടെ വൈബിനെ നമ്മൾ ഉയർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ പോസിറ്റിവിറ്റിയെ കൊണ്ട് നിറച്ച്, നമ്മൾ അറിയാമല്ലോ ആ പ്രാക്ടീസുകളൊക്കെ. നമ്മൾ ഉള്ളിൽ നിറച്ചുകൊണ്ട് പോസിറ്റിവിറ്റി നമ്മൾ ഉള്ളിൽ നിറയ്ക്കുമ്പോൾ നമ്മൾ വൈബ് ഉയരും. ആ വൈബ് ഉയരുന്നതനുസരിച്ച് മറ്റുള്ളവർക്ക് സ്വാഭാവികമായിട്ടും ഇത് താല്പര്യം ഉണ്ടാവും, നമുക്ക് ചുറ്റുവട്ടമുള്ള ആളുകൾക്ക്. അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. താങ്ക് യു. അപ്പോൾ ദി ലോ ഓഫ് കോമ്പൻസേഷൻ ഞാൻ വളരെ മികച്ചൊരു എസ്സേ ആണ്. ഞാൻ സത്യത്തിൽ ഈ ഒരു ക്ലാസ്സിന്റെ ഭാഗമായിട്ട് അത് ഇന്ന് വായിച്ചു. അത് ഭയങ്കരമായി ഡീപ്പിൽ പോകുന്ന ഒരു എസ്സേ ആണ്. റാൾഫ് വാൾഡോ എമേഴ്സന്റെ ഒരു എസ്സേ, ദി കോമ്പൻസേഷൻ എന്ന് പറഞ്ഞിട്ട്. അത് ആ ഒരു എസ്സേ ആണ് ഈ ഒരു ലോയെ കുറിച്ച് ലോകം അറിയാനിടയാക്കിയത്. താങ്ക് യു സോ മച്ച്. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഞാൻ കൂടുതൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ലോ ഓഫ് കോമ്പൻസേഷനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത സെഷനിലും നമുക്ക് കുറച്ചുകൂടെ സംസാരിക്കാം. കാരണം ഈ ഒരു പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്കിത് കൃത്യമായിട്ടും എത്തിക്കാനുള്ള ഒരു പോയിന്റാണ്. നിങ്ങൾക്ക് മറ്റ് വിദേശ രാജ്യങ്ങളിലെ, വികസിത രാജ്യങ്ങളുടെയൊക്കെ ആളുകളൊക്കെ ഈ കോമ്പൻസേഷൻ കൃത്യമായിട്ട് അവര് നടപ്പിലാക്കുകയും ഇംപ്ലിമെന്റ് ചെയ്യും, സ്വന്തം ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവരൊരു കാര്യത്തിനകത്തൊരു കൈക്കൂലിയോ അഴിമതിയോ
ഒന്നും വാങ്ങാത്ത മറ്റുള്ളവരുടെ അവകാശങ്ങളെ കവർന്നെടുക്കാൻ എനിക്ക് അർഹതയില്ല, ഞാനത് ചെയ്തുകൂടാ എന്നുള്ള സ്വയം ബോധ്യത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട്. ഒരു സമൂഹം എന്നുള്ള രീതിയിൽ വികസനത്തിന്റെ ഒരു ഉയർന്ന ബോധത്തിലേക്ക് എത്തുന്നതിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു നിൽക്കുന്നത്. നമുക്ക് ഇവിടെ ആ ഒരു ബോധത്തിലേക്ക് എത്താത്തത് കൊണ്ടാണ് നമുക്ക് കുറച്ച് ഇങ്ങനത്തെ ഉള്ള നെഗറ്റീവായിട്ടുള്ള ലെവലിൽ നിൽക്കുന്നത്. പക്ഷെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും ക്രമേണ. അത് വരും. ചോദിച്ചോളൂ ഗായത്രി. സാറേ നമസ്കാരം. നമസ്കാരം. എനിക്കൊരു ഡൗട്ട് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളോടുള്ള ഒരു ഇഷ്ടം കാരണം ഇപ്പൊ വേറൊരാൾ നമുക്ക് വേണ്ടി ഒരു ഫേവർ ചെയ്യുവാന്നിരിക്കട്ടെ, പക്ഷെ അത് കാരണം അവരുടെ ജീവിതത്തിൽ ഒരു മൂല്യശോഷണം സംഭവിച്ചു എന്നിരിക്കട്ടെ, നമ്മൾ പറഞ്ഞിട്ടല്ല, അത് അവരായിട്ട് ചെയ്തതാണ്. അപ്പൊ അങ്ങനാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഈ ലോ ഓഫ് കോമൺ ഇല്ല, ബാധിക്കില്ല. അത് അവരുടെയും കൂടെ ചില കർമ്മയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. അങ്ങനെ ബാധിക്കില്ല. നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ ഭാഗത്ത് വരുമ്പോഴാണ് വരുന്നത്. നമുക്ക് അവരത് ചെയ്തത് മൂല്യശോഷണം സംഭവിച്ചു, അതിന്റെ ഫേവർ നമുക്ക് കിട്ടിയത് നമ്മളത് ബാധിക്കില്ല. നമ്മുടെ പ്രവൃത്തിയാണെന്ന് ഞാൻ കണ്ടിട്ട് വളരെ ഇതാണ്. ഞാൻ ആദ്യം പോലെ സാറിന്റെ വീഡിയോസ് ഒക്കെ എല്ലാം ഫോളോവർ ആണ്. മാസ്റ്റർ കീ സിസ്റ്റം പറയാതിരിക്കാൻ വയ്യ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. പ്രദീപിന് കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? സംസാരിക്കുന്നുണ്ടോ? നമ്മുടെ കോഴ്സ് ആനന്ദ്, നമസ്കാരം. ഓക്കെ, ഓക്കെ. നമുക്ക് നമ്മുടെ കോഴ്സ് മെയ് 6 ആരംഭിക്കുന്നുണ്ട്. പ്രദീപ് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടേ? കോഴ്സിൽ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ നമ്പർ ഓൾറെഡി ഗ്രൂപ്പിലുണ്ട്. ഞാൻ ഒന്നുകൂടി ജസ്റ്റ് പറയാം. 80 75 24 27 97. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ എല്ലാ ഗ്രൂപ്പിലും എൻ്റെ നമ്പറുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കോഴ്സ്, അതായത് ബിസിനസ്, കഴിഞ്ഞ ദിവസം എനിക്കൊരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. ഒരു ബിസിനസ് ചെയ്ത ഒരാൾ ഒരു 3 ബിസിനസ് ചെയ്തിട്ട് പരാജയപ്പെട്ടത്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ കോഴ്സ് എടുത്തിട്ടാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആ എമൗണ്ട് പോകില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊരു പ്രോബ്ലം വന്നിട്ട് ചെയ്യുന്നതിനേക്കാളൊക്കെ ബെറ്റർ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനു മുമ്പ്, അപ്പോൾ ബിസിനസ് ആയാലും ഇനി എന്തെങ്കിലും കരിയർ ആയാലും ഒക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ജോലിക്കൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഫസ്റ്റ് കോഴ്സ് ഒന്ന് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട്. അറിയില്ല. താങ്ക് യു സോ മച്ച്. മെയ് 6 ആണോ സാർ സ്റ്റാർട്ടിംഗ് ഡേറ്റ്? മെയ് 6-നാണ്. അതെ സാറേ. ഓക്കെ. താങ്ക് യു കൃഷ്ണമാരോട് ഉണ്ടായിരുന്നല്ലേ. പിന്നെ ഒരു പോയിന്റ് പറയാനുള്ള, അടുത്ത വീക്കില് സൺഡേ ഉണ്ടാവില്ല, ക്ലാസ് ഉണ്ടാകില്ല. ഞാൻ സാറ്റർഡേ വെക്കുവാൻ ശ്രമിക്കാം. ഒഴിവാക്കാനാകാത്തൊരു ഫംഗ്ഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് സാറ്റർഡേ ഞാൻ ശ്രമിക്കാം കേട്ടോ. ഇൻ കേസ് നടന്നില്ലെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം. ഞാൻ എന്തായാലും വീഡിയോ തരാം. വേറൊരു വീഡിയോ ഞാൻ അതിന് ആയിട്ടിടാം. ഞാൻ കഴിവതും ഞാൻ സാറ്റർഡേ ഒരു ലൈവ് വയ്ക്കാൻ ശ്രമിക്കാം. ഒരു താങ്ക് യുവിൻ്റെ ഒരു ചെറിയ മെഡിറ്റേഷൻ എല്ലാവർക്കും കുറച്ചുകൂടെ നമ്പർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 30 പ്രാവശ്യം നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ അകം ലോകത്ത് നമ്മുടെ ആ ഒരു സ്പിരിച്വൽ പ്രപഞ്ച ശക്തി, നമ്മുടെ ഒരു ദൈവശക്തിയോടാണ് ഈ ഒരു താങ്ക് യു അഡ്രസ് ചെയ്ത് നമ്മൾ പറയാനുള്ളത്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള നെഗറ്റിവിറ്റി മുഴുവനും ഹീലാവുന്നതിന് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള ആ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള നെഗറ്റിവിറ്റി ഹീലാവുമ്പോൾ ലൈഫിലുള്ള നെഗറ്റിവിറ്റി ഹീലാവും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതാണ്. അത് മാത്രമല്ല, നമുക്ക് എല്ലാ രീതിയിലുമുള്ള ഡെവലപ്മെന്റ്. അപ്പൊ താങ്ക് യു പറയുമ്പോൾ എപ്പോഴും ആ ഒരു അർത്ഥത്തിൽ വേണം നമ്മൾ പറയാൻ. നമ്മുടെ ഉള്ളിലുള്ള ദൈവ ശക്തിയോട്, നമ്മുടെ പ്രപഞ്ച ശക്തിയോട് നമ്മൾ പറയുന്നതായിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ. എല്ലാവർക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്തോ 30 പ്രാവശ്യം. താങ്ക് യു സോ മച്ച്. പ്രദീപ് അഡ്മിറ്റ് ചെയ്തോ. Thank you so much. Thank you, sir. Very much. Thank you, sir. Thank you, sir. Thank you, sir. Thank you, sir. Thank you so much. Thank you, sir. Thank you, sir. Thank you, sir. Thank you so much, sir. Thank you so much. Thank you, sir. Thank you all. Thank you so much. Thank you so much, sir. Thank you. Thank you all.